നമ്മളുടെ കയ്യിലുള്ള ഒട്ടുമിക്ക ബ്ലൗസസിൻ്റെ കൂടെയും അല്ലെങ്കിൽ ട്രഡീഷണൽ കളേഴ്സിനകത്ത് വരുന്ന ഒട്ടുമിക്ക ബ്ലൗസസിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ള 3 ഡിസൈൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ബേജ് ഷെയ്ഡാണ്, നല്ല ബേജ് ഷെയ്ഡാണ്. എന്താ പറയുക, ഇതൊരു ആ ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന ബേജ് ഷെയ്ഡാണ് കേട്ടോ. പക്ഷെ സാരിക്കകത്ത് മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് പല രീതിയിൽ ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. അപ്പം ഇതേപോലെയുള്ള കളേഴ്സിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് ട്രഡീഷണൽ ലുക്ക്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ബ്ലൗസ് ഉണ്ട്, അത് നമുക്ക് ഈ ഒരു സെയിം മെറ്റീരിയലിൽ തന്നെ സോൾഡ് ആയിട്ട് വന്നിട്ട് ഈ ഒരു ബോർഡർ പാറ്റേണും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ബനാറസി ബോർഡർ ആണ്, പക്ഷെ അതിൻ്റെ ഡിസൈൻ നമ്മൾ ക്ലോസർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജാംദാനി ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന ബോർഡർ പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിനകത്താണെങ്കിൽ ഒരു ജാംദാനിയുടെ ഡിസൈൻസ് ആണ് അതിനകത്ത് എടുത്തേക്കുന്നത്. ആൻഡ് ഈ ഒരു എല്ലാ സാരിയും ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ ഇൻസൈഡ് പോർഷനൊക്കെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇത് BLD 198 ആണ്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2899. എല്ലാ സാരീസും 2899 തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ എംബ്രോയിഡറി പാറ്റേൺ ക്ലോസറിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സർക്കിൾസ് ആൻഡ് ദെൻ വി ഹാവ് പോയിന്റ് എംബ്രോയിഡറി ഡീറ്റെയിൽ ഓൺ ഇറ്റ്. ബേസ് കളറിനെക്കാട്ടിലും കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് എൻ്റെ എംബ്രോയിഡറി. ഫുൾ എഡ്ജ് ടു എഡ്ജ് എംബ്രോയിഡറി വരുന്നുണ്ട്. ആൻഡ് 2 സൈഡിലെയും ബോർഡർ സെയിം ആണ് കേട്ടോ വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ലൈറ്റർ വീവിങ് ആയിട്ട് തോന്നും നമുക്ക് ആ ഒരു ബോർഡർ പാറ്റേണിൽ നോക്കുമ്പോഴത്തേക്ക്. ബ്ലൗസ് വന്നിട്ട് ഈ ഒരു സെയിം ബേസ് ഷെയ്ഡ് തന്നെ വന്നിട്ട് സോളിഡ് ആയിട്ട് വന്നിട്ട് സെയിം ബോർഡർ 2 സൈഡിലും വരുന്നുണ്ട്. കുറച്ചും കൂടി തിക്കർ ആയിട്ടുള്ള വീവിങ് പാറ്റേണിലാട്ടോ വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് സാരി. മുട്ടിന് താഴെയാണ് ഇതിനകത്ത് ലോവർ പോർഷനിൽ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലുക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഡോം ഷേപ്പ് പാറ്റേണിൻ്റെ ഒരു വേരിയേഷൻ ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. അത് തന്നെയാണ് ഇതിനകത്തും എല്ലാ സാരീസിൻ്റെ അകത്തും വരുന്നത്. ജസ്റ്റ് ബോർഡറിൽ വരുന്ന വ്യത്യാസങ്ങളാണ് കേട്ടോ. ഇതാണ് എൻ്റെ നെക്സ്റ്റ് ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഫ്ലോറൽ ഡിസൈനാണ്. ഞാൻ ഫസ്റ്റ് വെയർ ചെയ്തിരിക്കുന്നത് ഒരു മോട്ടീഫ് ലുക്കാണ്. ഇതിനകത്തൊരു ഫ്ലോറൽ ലുക്ക്, അത് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ജാംദാനിയിൽ തന്നെയുള്ള ഒരു ഡിസൈൻ. ഡോം ഷേപ്പ് പാറ്റേണിൻ്റെ അകത്ത് ലീഫ് ഡിസൈൻ പോലത്തെ ഉള്ള ഒരു ലുക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പല്ലുവിൻ്റെ എൻഡിങ്ങിൽ എല്ലാത്തിൻ്റെ അകത്തും ഇതേപോലെ ലൈൻഡ് ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബ്ലൗസ് ഇതാണ് എൻ്റെ ബ്ലൗസ് വരുന്നത്. കുറച്ചും കൂടി ഒരു തിക്ക വീവിങ് പാറ്റേണിലൊരു സെമി സിൽക്ക് ഫിനിഷിങ്ങിലാണ് ബ്ലൗസ് വരിക. ചന്തേരിയുടെയും അങ്ങനത്തെ ഒരു ലൈറ്റ് വീവിങ് ഫീൽ നമുക്ക് തോന്നും കേട്ടോ. ഇതാണ് അതിൻ്റെ. ഇത് പവലൂമിൽ ചെയ്തേക്കുന്ന സാരിയാണ്. സോ അകത്ത് കൊണ്ടുവലിയുന്ന പ്രശ്നങ്ങൾ വരത്തില്ല. യാൻസ് ഒക്കെ കട്ടായിട്ടാണ് വരത്തെ. ചെറുതായിട്ടുള്ളൂ ഒരു ലൂപ്പ് യാൻസ് ഇവിടെ ബോർഡറിലായിട്ട്, അങ്ങനെ കൊണ്ട് വലിയത്തൊന്നുമില്ല. ആൻഡ് ഇവിടെയും നമുക്ക് ബോഡി പോർഷൻ്റെ അകത്തും നീറ്റാണ്, ബിക്കോസ് ഇറ്റ്സ് കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറി ഫുള്ള് നീറ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ദി നെക്സ്റ്റ് BLD 199. ആൻഡ് ദെൻ വി ഹാവ് BLD 200 ആണ് എൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. വിട്ടുപോയി. ഇതാണ് എൻ്റെ ബ്ലൗസ്. ഇതിനകത്ത് ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ജോമെട്രൈസ്ഡ് ആയിട്ടുള്ള ജാംദാനിയുടെ ട്രേഡ് മാർക്ക് തന്നെയാണ്. ആൻഡ് ദിസ് ഇസ് എ ലീഫ് പാറ്റേൺ. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസ്ലി യു സീ ലീഫ് പാറ്റേൺ. ആൻഡ് ഇന്നർ എഡ്ജിലാണെങ്കിൽ ബനാറസിയുടെ ആ ഒരു ലുക്കും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ഫുള്ളി ജോമെട്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇതിനകത്ത് വരിക. ആൻഡ് ഇതാണ് വെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ലുക്ക് വരുന്നത്. ഇത് കുറച്ച് ഞാനൊന്ന് മടക്കാൻ ശ്രമിച്ചാണ് കേട്ടോ, നോക്കിയിട്ട് കൊളായിട്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ ലാസ്റ്റ് സാരിയുടെ ലുക്ക് വരുന്നത്. ഫുള്ളായിട്ട് ഒരു ടൈൽ പാറ്റേൺ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ലോ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് അത് ഉടുത്ത് കുത്തുന്നടവും കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ വേറെ ഇതിരിക്കുന്ന സാരി പോലെ തന്നെയാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത്. ആൻഡ് ഒരു ലൈറ്റ് ഫീലിൽ നമുക്ക് സിംഗിൾ ലെയർ ആണെങ്കിലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ എംബ്രോയിഡറി ഫിൽഡായിട്ട് വരുന്നതുകൊണ്ട് സൂപ്പർ നെറ്റ് ആണെങ്കിലും അതിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് ട്രാൻസ്പെറൻസി കുറഞ്ഞേ ഇരിക്കത്തുള്ളൂ. എന്നാലും 1 ലെയർ ഇടുമ്പോഴത്തേക്ക് ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് ലുക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് 1 ലെയറിലും കൂടി കാണിച്ചു തരാം. ഇത്ര കാണും കേട്ടോ ആ ഒരു ലുക്ക്. കുറച്ച് ലോങ്ങർ ടോപ്പ് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. 1 ലെയറിൽ ഇടാനാണെങ്കിൽ ബാക്ക് ഓപ്പൺ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. BLD 198 തൊട്ട് 200 വരെയുള്ള കോഡ്സിൽ 2899 റേഞ്ചിൽ വരുന്ന സാരീസ്. ബത്തീക് പ്രിന്റിംഗ് ലവേഴ്സിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ സൂപ്പർ നെറ്റ് കോട്ട ഫാബ്രിക്കിലെ ബ്യൂട്ടിഫുൾ കളക്ഷൻ. എന്നും എപ്പോഴും സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട് നല്ലൊരു വർക്കാണ് ബത്തീക് പ്രിന്റിംഗ്. സ്റ്റൈൽ ഒരിക്കലും പോകത്തുമില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ബത്തീക് പ്രിന്റിങ് എന്നും കോമൺ എന്നല്ല, ആ ഒരു സ്റ്റൈലിംഗ് ആയിട്ട് ഒരു ഡിഫറെൻറ്റ് ഫാബ്രിക്കിൽ ഡിഫറെൻറ്റ് കളർ പാറ്റേണിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ ബത്തീക് പ്രിന്റ് സൂപ്പർ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു കളക്ഷനാണ്. YH150 എന്ന കോഡിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന ഈ ഒരു കളക്ഷൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1119 ആണ്. അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ്റെ ഡീറ്റെയിൽസ് പോകാം.
ഫസ്റ്റ് പീസ് വന്നേക്കുന്നത് ബോഡിയിൽ ഫുള്ളായിട്ട് ബത്തീക് പ്രിൻറ്റിങ്ങിൻ്റെ തന്നെ ഫ്ലോറൽ പാറ്റേൺസിൽ വന്നേക്കുന്ന ഡിസൈൻ പാറ്റേൺ ആണ്. കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോമ്പിനേഷനിൽ പിങ്കും ബർഗൻറ്റിയും കോമ്പിനേഷനിൽ നിൽക്കുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ക്രോഷ്യോ ലേസ് ആണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത്. കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ദുപ്പട്ടയുടെ സെയിം കളറിൽ വന്നേക്കുന്ന ബോട്ടമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓരോ കളേഴ്സും ഭയങ്കര രസമാട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ്. സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നേക്കുന്നത് ഇതാണ് എൻ്റെ സെക്കൻഡ് കളർ ഷെയ്ഡ്. ഇതുണ്ടോ ഗ്രീൻ ഷെയ്ഡിലും ഇതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ വരും. ബാക്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബൂട്ട ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത്. കൂടെ പെയർ ചെയ്തേക്കുന്നത് നല്ല മാംഗോ യെല്ലോ കളർ കോമ്പിനേഷനിലുള്ള ദുപ്പട്ടയാണ്. മാംഗോ യെല്ലോ ആണ് ഗ്രീനിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ആൻഡ് മാംഗോ യെല്ലോ കളറിലുള്ള ബോട്ടവും സെറ്റ് ചെയ്തിട്ടുണ്ട്. YH 150 പ്രൈസ് അറ്റ് 1119. ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ. ആൻഡ് ഇതിപ്പോൾ ഇച്ചിരി ഒരു ടീല് ചേർന്നിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. നമുക്ക് അടുത്തത് വന്നേക്കുന്നത് നമ്മുടെ തളിരില പച്ചയുടെ ആ ഒരു കിളുത്ത് വരുന്ന പച്ച ഇലയുടെ ആ ഒരു ഷെയ്ഡ് പാറ്റേൺ ആണ്. ഡിസൈൻസ് എല്ലാം സെയിം ആട്ടോ. ഇതുണ്ടോ ഈ ഭക്തിക്ക് വന്നേക്കുന്നത് ഇങ്ങനത്തെ ഹാൻഡ് ബ്ലോക്ക്ഡ് ആണ് കേട്ടോ. ഇതിൻ്റെ സ്ക്വയർ ബ്ലോക്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലോക്ക് ഡിസൈൻസ് വന്നേക്കുന്നത്. ഫുള്ളായിട്ട് ഇതുപോലെ വരും. ആൻഡ് പെയർ ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ വന്നേക്കുന്നത് പീച്ച് കളറിലെ സൂപ്പർ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്നത് ദുപ്പട്ടയിലും അതേപോലെ തന്നെ ഡിപ്പ് ഡൈയിങ് ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഇവിടെ ഒരു ക്രഷ്ഡ് ഫീൽ നമുക്ക് കിട്ടും. ഹാൻഡ് ആൻഡ് പ്രോസസ്സ് വഴി ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആ ഒരു പീച്ച് കളറിൽ തന്നെ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. ഇപ്പം അടുത്തത് വന്നേക്കുന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന സെയിം സെറ്റ് തന്നെയാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് പ്രിൻറ്റ് ഡിസൈൻസ്. ഇതാണ് എൻ്റെ സെറ്റിൻ്റെ ലുക്ക് വരുന്നത്. ഫുള്ളായിട്ട് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റൺ പ്രോസസ്സ് ആയത് കാരണം തന്നെ നമുക്ക് എല്ലാവർക്കും 8x8 ആ ഒരു സ്ക്വയർ ബ്ലോക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ദുപ്പട്ട ഇങ്ങനെ വരും. ഉണ്ടോ ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ സെറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഡിസൈൻസ് വന്നേക്കുന്നത് ടോപ്പിൽ വന്നേക്കുന്ന ഡിസൈൻസ് എൻ്റെ ലോവറിൽ വന്നിട്ടുണ്ട്. മെറൂൺ കളറിലാണ് എൻ്റെ കോമ്പിനേഷൻ ചെയ്തേക്കുന്നത്. ബ്ലൂയിഷ് ഗ്രേ ടോൺ. അപ്പം ചെക്കൗട്ട് ചെയ്യുക www.aham.store. ഇന്ന് പുതിയ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് എപ്പോഴും കാണുന്ന സാരീസിനകത്തൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എല്ലാം ഡിഫറെന്റ് ടേസ്റ്റും ആണ്. അല്ല, പൊതുവേ കസ്റ്റമേഴ്സിന് എൻ്റെ അടുത്തൊരു പേഴ്സണൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്, അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണെന്നൊക്കെയുള്ള ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ടെന്ന് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിൽ നിന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ അങ്ങനത്തെ കമൻസ് നമുക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഓരോരുത്തരുടെ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. അപ്പം അതിൽ വെറൈറ്റീസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചധികം ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് പാറ്റേൺസ്, അതായത് ഡിജിറ്റൽ പ്രിൻറ്റിൽ കട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്, ടിഷ്യൂ ഓർഗൻസൊക്കെയകത്ത് മിഷൻ എംബ്രോയിഡറി വിത്ത് ഹാൻഡ് വർക്കിൻ്റെ ഒരു കോമ്പിനേഷൻ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്സിൽ ചെയ്തേക്കുന്ന കളക്ഷൻ. അതെല്ലാം തന്നെ ബിലോ 5000 റേഞ്ച് അല്ലേ? ഹൈലൈറ്റ് വന്നേക്കുന്നത് ബിലോ 5000 റേഞ്ചിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം ഡ്രേപ്ഡ് ഫോട്ടോസും നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റ് ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം SBP 124 എന്ന കോഡിലാണ് ഈ ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത്. ഇതൊരു ഓർഗൻസ ബേസിലാണ് വന്നത്. ഭയങ്കര ഒരു ഷൈൻ അല്ല, വളരെ ഒരു ലൈറ്റും ക്ലാസിയും ആയിട്ട് വന്നിരിക്കുന്നത്. ഈ സാരിയൊക്കെ ഓപ്പൺ ചെയ്ത് ഡ്രേപ്പ് ചെയ്ത ലുക്ക് കണ്ടാലേ നമ്മുടെ കസ്റ്റമേഴ്സിന് അത് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഇതുണ്ടോ, ഓർഗൻസയാണ് ഫാബ്രിക്. ഓർഗൻസ ഫാബ്രിക്കിനകത്ത് നിങ്ങൾക്ക് ക്ലോസറിൽ നോക്കുമ്പോൾ കാണാതിരിക്കുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഒരു ഡിജിറ്റൽ പ്രിൻ്റഡ് ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ സാരി പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. എന്നാ പറ്റി ജഗൻ? ഇതാണ് എൻ്റെ വർക്ക് ഡീറ്റെയിൽസ്. ഒന്ന് ക്ലോസറിൽ കാണിച്ചു തരാം. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റിക്ക് ചെയ്തേക്കുവാണ് കേട്ടോ. പേൾസും സീക്വൻസും സ്റ്റിക്ക് ചെയ്തിട്ട് സ്റ്റോൺസ് ഓവർ ഡൗൺ നല്ല കേട്ടോ. അതാണ് അതിന്റെ ബെസ്റ്റ് പാർട്ട്. വളരെ വേണ്ടുന്നത് അത്രയേ ഉള്ളൂ. അതിനകത്ത് ആവശ്യത്തിനുള്ള മാത്രം സ്റ്റോൺസ് ആണ്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഷാമ്പെയിൻ കളറാണ്. ഷാമ്പെയിൻ കളറിനകത്ത് ഡാർക്ക് ഷാമ്പെയിൻ ടോണിൽ വന്നേക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഫുൾ സാരിയിൽ ഇത് വന്നിട്ടുണ്ട്. കളർ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ ഡ്രേപ്ഡ് ഫോട്ടോസ് ഉറപ്പായിട്ടും നമ്മുടെ വെബ്സൈറ്റിലുണ്ടായിരിക്കും. SBP 124 എന്ന കോഡിലായിരിക്കും ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സെക്കൻഡ് കളർ വന്നേക്കുന്നത് ലൈലാക്ക് ഷെയ്ഡാണ്. 5999. അത് വർക്ക് കാണുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് മനസ്സിലായിക്കോളും. ബിക്കോസ് അത്രയ്ക്ക് യുണീക്കാണ്. ഡിജിറ്റൽ പ്രിന്റ് ചെയ്തേക്കുന്ന ഒരു ഇച്ചിരി ഒരു ഗ്ലിറ്ററി ഫീൽ ഉള്ളൊരു ഫിനിഷിങ് ഇതാണ് വന്നേക്കുന്നത് അല്ലേ?
ലൈറ്റ് ആയിട്ട് ആ ഒരു രസമുണ്ട് കേട്ടോ കാണാൻ. ആ ഉടുത്ത് നിൽക്കുമ്പോഴേ നമുക്കത് എന്താണ് ഉടുത്ത് കാണിച്ചു തരാം. ഞാനും ഒരു സാരി ഡ്രൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 4 കളേഴ്സ് ആണുള്ളത് കണ്ടോ. ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഗ്രീൻ, മിൻ ഗ്രീൻ, പിന്നെ വന്നേക്കുന്നത് മൂവ് ആണെന്ന് തോന്നുന്നു അല്ലേ. ആ പിങ്ക് മൂവ് പിങ്ക് ടോൺ അല്ലേ, ആ ഒരു ടോണിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഡിസൈൻ പാറ്റേൺ. സ്റ്റേ ട്യൂൺ SBP 124. നെക്സ്റ്റ് വൺ നമുക്ക് ഡിജിറ്റൽ പ്രിന്റിൽ വന്നേക്കുന്ന വേറൊരു സാരി കാണിക്കാം. BLD 139 ആട്ടോ ഇതിൻ്റെ കോഡ്. എങ്ങനെയുണ്ട്? നല്ല രസമല്ല, മൾട്ടി ലുക്കിൽ വന്നിട്ടുള്ള ഫ്ലോർ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ദേശി ടെസ സാരിയുടെ അതേ ലുക്കാണ് അല്ലേ. കട്ട് വർക്ക് സാരി ലവേഴ്സിന് ആക്ച്വലി ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് റേഞ്ചിൽ കട്ട് വർക്ക് സാരി വിത്ത് ഡിജിറ്റൽ പ്രിന്റ്. ഇതും ഉടുക്കുമ്പോഴായിരിക്കും എല്ലാ സാരി ഉടുത്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ലുക്ക് ആൻഡ് ഫീല് കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് 3,399. നല്ല റേഞ്ചാണ് കേട്ടോ, അത്രയും നല്ലൊരു കട്ട് വർക്ക് പാറ്റേൺ. നല്ല രസം. അത്യാവശ്യം ഒരു 2.5 ഇഞ്ച് വിഡ്ത്തുണ്ട്. ഫ്ലോറൽസിൽ ഇത് മിഷൻ കട്ട് വർക്ക് ആണ് കേട്ടോ. എഡ്ജും അതുപോലെ തന്നെ ആ ഒരു ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ്. ബ്ലൗസിൻ്റെ അറ്റത്ത് വർക്ക് വന്നിട്ടില്ല. ബ്ലൗസ് ആ ഒരു ഡിജിറ്റൽ പ്രിന്റഡ് ഫിനിഷിങ്ങിൽ മാത്രമാണ്. സബ്ലിമേഷൻ പ്രിന്റ് ആണ്, ഡിജിറ്റൽ അല്ല. ഡിജിറ്റൽ ആണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ എത്തിക്കാൻ പറ്റില്ല. സബ്ലിമേഷൻ പ്രിന്റ് ആണ്. ബേസ് കളറിനകത്തൊരു ദേശി ടെസറിൻ്റെയും ഒരു ബബിൾ അല്ലേ തോന്നുന്നുണ്ട്. ഇതിനും അതുപോലെ തന്നെ 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. 3,399 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും സാരീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിൽ ഇട്ടാലും കിട്ടും. അവർ ഓർഡർ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. അല്ല നമ്മുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് BLD 139 എന്ന കോഡിൽ സെർച്ച് ചെയ്താലും കാണാം കേട്ടോ. ഇത് നെക്സ്റ്റ് കളർ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇത് കാണിച്ചു. ഗ്രേ ടോൺ, അതും നല്ല ഗ്രേ. നമ്മൾ കവറിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി ഒരു വേരിയേഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഗ്രീൻ. എന്താണ് ജഗൻ നന്നായിട്ട് തുമ്മൽ വരുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, അത്യാവശ്യം പൊടിയുള്ള സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. ഗൗരി ഇപ്പോൾ തുടങ്ങാനുള്ള സകല ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ ഗ്രീൻ ഷെയ്ഡ്. ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള ഓപ്പൺ വീഡിയോസ് നമുക്ക് എടുത്ത് കാണാം കേട്ടോ. നെക്സ്റ്റ് വൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാരി. ഫാബ്രിക് അന്ന് ചൂസ് ചെയ്തപ്പോൾ ഇത്രയും ഭംഗി ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് SBP 129 റേഞ്ചിലാണ് ഈ ബ്യൂട്ടിഫുൾ സാരി വന്നേക്കുന്നത്. ഈ സാരിയിൽ ഫുള്ളായിട്ട് ഇത് ഇതുപോലെയാണ് വന്നേക്കുന്നത്. ബ്ലൗസ് വെർട്ടിക്കൽ ലൈൻസിൽ വീവിങ് പാറ്റേൺ വന്നിട്ട് ക്രോഷ്യോ ലേസ് കൊടുത്തേക്കുവാണെങ്കിൽ ബ്ലൗസിനകത്ത്. എങ്ങനെയുണ്ട് ഗൗരി? നമ്മൾ വീഡിയോ കോളിൽ ഇരുന്ന് ഞാൻ അവിടെയും ഗൗരി ഇവിടെയായിട്ട് സജഷൻസ് ഒക്കെ ചോദിച്ചു ചേട്ടൊക്കെ വീഡിയോ കോൾ വിളിച്ച് ചെയ്തെടുത്തപ്പോൾ ഇത്രയും ഭംഗി അല്ലേ. 1 ലെയർ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അത് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. 1,999 ആട്ടോ ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഇല്ലേ, ഇത് മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ഉറപ്പായിട്ടും പ്രീ ഓർഡർ കാറ്റഗറിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇത് അവൈലബിൾ ആക്കാൻ ചെയ്യുന്നത്. അപ്പം ഇത് 1,999 റേഞ്ചിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പം ബൾക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തീം ബേസ്ഡ് ആയിട്ടുള്ള വെഡിങ്സ് ഒക്കെ ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1,999 ഈസ് എ ബെസ്റ്റ് പ്രൈസ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ സാരി എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി നമ്മുടെ കസ്റ്റമേഴ്സും ശരിക്കും ഒരു ഞെട്ടലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ പൊതുവെ ഈ ഒരു റേഞ്ചിലുള്ള ഇത്രയും ഭംഗിയായിട്ടുള്ള സാരീസ് വളരെ വരാറില്ല. ഇത് ഉണ്ടോ, ഇതാണ് സീ ഗ്രീൻ ആൻഡ് പിസ്ത ഗ്രീൻ. ഇത് ഇത്രയും ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം പാറ്റേൺ എല്ലാം വീവിംഗ് ഡിസൈൻസ്. ഇത് ഓഫ് വൈറ്റ് അല്ല, ആ ഗ്രീൻ തന്നെയാണ് ഗൗരി. മദർ കളേഴ്സ് പെട്ടെന്ന് തോന്നുമ്പം ആ ഒരു തിക്കൻ ഇത് വന്നേക്കുന്ന കാരണം അതിൻ്റെ ഒരു ക്രീം ടച്ച് വന്നേക്കുന്നത്. ഇതെല്ലാം അതുപോലെ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ എല്ലാം ചിലപ്പോൾ ക്രോഷ്യോ ലേസസിന് ചെറിയ വേരിയേഷൻസ് വരാം കേട്ടോ. മൾട്ടിപ്പിൾ പീസസ് വരുന്ന സമയത്ത് ചിലതായിട്ട് ക്രോഷ്യോ ലേസിന് വ്യത്യാസം വരാം. ഇതാണ് അതിൻ്റെ. അപ്പം ഇതിൻ്റെ കോഡ് SBP 128 1,999. പിന്നെ ഇത് തന്നെ എടുക്കാം അല്ലേ. കട്ട് വർക്കിൽ വേറൊരു
ഇച്ചിരിയും കൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ബാൻഡേജിന്റെ ഒക്കെ ഒരു ഫീല് അല്ലേ? കോലം ഡിസൈൻ എന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. 3899 ആട്ടോ. അതിനകത്ത് പ്രിന്റ് പാറ്റേൺസിന്റെ ഡിഫറൻസ്, എംബ്രോയിഡറിയുടെ വ്യത്യാസമുണ്ട്. ഒരു ഇച്ചിരിയും കൂടെ ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. എഡ്ജിൽ ഒരു സ്കാലപ്പ് ഡീറ്റെയിലിംഗ് പോലെ ഒരു ഫിനിഷിംഗ് ആണ്, എന്നിട്ട് പൈപ്പിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുവാണ്. സബ്ലിമേഷൻ പ്രിന്റിനകത്താണ് വന്നേക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദ സാരി. പല്ലുവിൻ്റെ പോർഷൻ ഇങ്ങനെ വരും. ആ ഒരു ഷെയ്ഡ് ഇഫക്റ്റ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് മാത്രമൊക്കെ കാണുന്ന പ്രിന്റ് ആണ്. ഒരു ഫംഗ്ഷൻ ഓറിയന്റഡ് ആയിട്ടൊക്കെ ഉടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഈ ഡ്രൈപ്പ് 3899. ഇതിന്റെ കളർ ഷെയ്ഡ്സ് കാണണ്ടേ? ബ്ലൂ, ഒരു രക്ഷയില്ലാത്ത ബ്ലൂ ആണ്. വാവ്, നല്ല കളറല്ലേ ഗൗരി? ബ്ലൂ ടോൺ, ഗ്രീൻ ആൻഡ് ലാസ്റ്റ് കളർ വന്നേ. അത് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബ്രൗണിഷ് ഗ്രേ ആണെന്നാണ് അല്ലേ? ഒരു ഗ്രേയും ഒരു രണ്ടും കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ നോക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടെ ഒരു ഗ്രീൻ ടച്ച് വരുന്നുണ്ടോ ഒരു? ഗ്രീൻ അല്ല, എന്നാ മെഹന്തി ഗോൾഡിന്റെ, മെഹന്തി ബ്രൗണിന്റെ ഒരു ഷെയ്ഡ് പോലെ. മൈലാഞ്ചി ഉണങ്ങി കഴിയുമ്പോൾ വരുന്ന, അല്ലെങ്കിൽ ഡാർക്ക് കൗഡൻ ഗ്രീൻ കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡിനകത്താണ് വന്നേക്കുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് ഇതിനകത്ത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതിന്റെയും എംബ്രോയിഡറിയിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് രണ്ടും സെയിം ഡിസൈൻ. ഇതിന് മാത്രമേ ഫിനിഷിംഗ് ഡിഫറൻസ് ഉള്ളൂ കേട്ടോ, അല്ലേ? ബാക്കി സെയിം. പല്ലുവിന്റെ എഡ്ജ് ഇങ്ങനെയല്ല വന്നിരിക്കുന്നത്. അപ്പം മുഴുവൻ സാരി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 3899 ആണ് അതിന്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ആൻഡ് SBP 117. ഇതെല്ലാം സബ്ലിമേഷൻ പ്രിന്റിംഗ് പാറ്റേണിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് പ്രിന്റിംഗ് ഡിസൈൻസും കമ്പ്യൂട്ടറൈസ്ഡ് കട്ട് വർക്ക് ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം കണ്ട കട്ട് വർക്ക് ഡിസൈൻ BLD ആയിരുന്നു അല്ലേ? എന്തായാലും ലിങ്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ വേറൊരു സാരി കണ്ടു വെച്ചിട്ടുണ്ട്. ഇത് ബനാറസി ബോർഡേഴ്സിൽ വന്നിട്ടുള്ള പവർലൂം ബേസ്ഡ് ആയിട്ടുള്ള സിൽക്കി കോട്ട ഫാബ്രിക് ആണ്. സിൽക്കി കോട്ട ഫാബ്രിക്കിന് നമ്മൾ ഒത്തിരി സാരീസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2799 ആണ്. BLD 138. ഒരു ലൈറ്റ് ഷെയ്ഡാണ്, പക്ഷെ പേസ്റ്റൽ ടോണിലോട്ടല്ല. എനിക്കെന്നാ ബനാറസിയുടെ പാറ്റേണും കൂടെ ഒക്കെ വന്നിരിക്കുന്നത് കാരണം നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഒരു ട്രഡീഷണൽ ഫീൽ തോന്നുന്ന കളേഴ്സും നല്ല രസമുള്ള പ്രിന്റുമാണ് കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസ് ആണ്, ലൈറ്റ് ഫീലിൽ വന്നിട്ടുള്ള. ഇത് നമുക്കിങ്ങനെ ഒക്കേഷണൽ വേണം നല്ലതാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരീസ് ഒക്കെ തന്നെ. നമുക്ക് കശവ് വേണം, എന്നാൽ ഇച്ചിരി ഒരു മോഡേൺ ഡിസൈൻസ് വേണമെന്ന് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ലൈലാക്ക് ചേർന്നിട്ടുള്ളൊരു പിങ്ക് ടോൺ അല്ലേ, അങ്ങനെ പറയാമല്ലോ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇത് ഇങ്ങനെയാണ്. ഈ സെയിം പ്രിന്റ് ഡിസൈൻസ് കുഞ്ഞിതായിട്ട് നെഗറ്റീവ് പ്രിന്റിങ്ങിൽ ചെയ്തെടുത്തേക്കുന്നതാണ്. ഇതാണ് എൻ്റെ സാരി ബ്ലൗസും. എൻ്റെ ഓരോരോ കളേഴ്സൊന്നും ഇതിൻ്റെ പുറത്തോട്ട് വെച്ചേ ഒരു യെല്ലോയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത യെല്ലോ ഷെയ്ഡ്സ് ആട്ടോ. ഇതൊക്കെ ഉടുത്ത് നിൽക്കുന്ന ഫോട്ടോസ് ഉറപ്പായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഞാൻ ഉറപ്പായിട്ടും പറയാം, നമ്മൾ ഡ്രൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇതിൻ്റെ കൂടെ വീഡിയോയുടെ കൂടെ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പം ലെങ്തി വീഡിയോ ആയിരിക്കും. പക്ഷേ ഈ സാരീസൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒറ്റയടിക്കൊന്നും വന്നിരുന്ന് കാണിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു മനപ്രയാസമായി. ഇതിൻ്റെ തന്നെ വേരിയേഷൻസും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ലുക്കിൽ നമുക്ക് കുറച്ച് പ്രിന്റിൽ കുറച്ച് ഡിഫറൻസസ്, അല്ലെങ്കിൽ കളേഴ്സിനകത്ത് കുറച്ച് ഡിഫറൻസസ്, അങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കോഡ് വന്നിരിക്കുന്നത്, പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2799 ആണ്. 2799 രൂപയ്ക്ക് ഈ സാരി നിങ്ങൾക്ക് മസ്റ്റ് ബൈ ആണ്. BLD 138. ഇനി ഒരു ലുക്കും കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണിക്കാനായിട്ട്.
ഇത് ആക്ച്വലി ഓർഗൻസാസിനകത്ത് പ്യുവർ ഓർഗൻസാസിനകത്തൊക്കെ വരുന്ന ഒരു പാറ്റേൺ. ഗൗരി ഉടുത്തിരിക്കുന്ന സാരി നല്ല ഭംഗിയാട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് ആണ്. 1499 ആണ്. നമ്മുടെ യുഎസിന്റെ കോഡാണ് കേട്ടോ. യുഎസിന്റെ കോഡാണ്. യുഎസിന്റെ കോഡിൽ ഞാൻ ഓർക്കുന്നുണ്ട് ബ്ലോക്ക് പ്രിന്റ് ഡിസൈൻസ് നമ്മുടെ ബഗൽപൂരി വീവിങ്ങിനകത്ത് കൊണ്ടുവന്നേക്കുന്ന സാരി ഇത് അല്ലേ? അതെ, ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോ വീവിംഗ് പാറ്റേൺ ഇതേപോലെ കാന്ത വീവിംഗ് സ്റ്റൈലില് ഒരുപാട് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാറ്റഗറിയാണ് കേട്ടോ. കളക്ഷൻസ് ഉണ്ടായിരിക്കും, അതൊന്നും എടുത്തു തന്നേ. ഗൗരി ഉടുത്തിരിക്കുന്ന സാരിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സും നമുക്ക് ഇതുപോലെ തന്നെ അവൈലബിൾ ആണ്. വീവിംഗ് പാറ്റേണിനകത്ത് വീവിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരി എഴുന്നേറ്റ് വരുന്ന ഫോട്ടോ നമ്മൾ ഇന്നത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീവിംഗ് പാറ്റേൺ വന്നേക്കുന്നത് നമ്മുടെ ആ കെസിയ വീവിംഗ് പോലെ തന്നെ പോലെ കെസിയ വീവിംഗ് അല്ല കാന്ത വീവിംഗ് പോലെയാണ് ഇത് വന്നേക്കുന്നത്. പല്ലുവിലാണല്ലേ മറ്റേ കെസിയ വീവിംഗ് പല്ലുവിൽ കൊടുത്തിട്ട് ചെയ്തേക്കാണ്. ആൻഡ് ഓരോ ലൈൻ വീവിംഗ് പാറ്റേണിന്റെ ഇടയ്ക്കും ആ ഒരു ബ്ലോക്ക് ഡിസൈൻസ് കൊടുത്തേക്കാണ്. ആൻഡ് ബോർഡേഴ്സും രണ്ട് സൈഡിലും അതേപോലെ തന്നെ ഒരു കട്ട്വർക്കിനൊക്കെ കണ്ടതുപോലത്തെ ഒരു സിമിലർ ലുക്ക് തോന്നുന്ന ബോർഡർ പാറ്റേൺ ആണ് വന്നേക്കുന്നത്. നല്ല രസമായിട്ടാണ് വന്നേക്കുന്നത്. ഒരു കോമ്പിനേഷൻ നമുക്ക് ഗ്രൂപ്പിന് കൊടുക്കാനാണെങ്കിലും ഇൻഡിവിജ്വലി കൊടുക്കാനാണെങ്കിലും. പ്രൈസ് റേഞ്ച് നല്ലതാണ്, 1499. അപ്പോൾ നമുക്ക് ബൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരുവിധം എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് എല്ലാവർക്കും നോക്കുന്ന ഒരു കാര്യമാണ്. അത് ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ബഡ്ജറ്റ് എല്ലാവരുടെയും ബഡ്ജറ്റ് വരണമല്ലോ എന്നുള്ളത്. ഇത് ആ ഒരു ഡാർക്കർ ചോക്ലേറ്റ് കളർ, പിന്നെ അതിനകത്തൊരു യെല്ലോ ഷെയ്ഡ്, പെയിൽ ബേജിഷ് ടോൺ ആണ് കേട്ടോ. പിന്നെ ഒരു ഗ്രേ, പിന്നെ ഒരു ഗ്രീൻ. പിന്നെ ഞാൻ നേരത്തെ വെച്ചാൽ ആ ഒരു ഓർഗൻസ എംബ്രോയിഡറി എല്ലാം കൂടെ ഇങ്ങനെ അവിയൽ പോലെ ഇരിക്കും കേട്ടോ. ഇത് കോഡ് വന്നേക്കുന്നത് BLD 141 ആണ്. ഡബിൾ ഷെയ്ഡഡ് ഫിനിഷിംഗ് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഡബിൾ ഷെയ്ഡ് ഫിനിഷിംഗ് ഓർഗൻസ ഫാബ്രിക്കിനകത്ത് വിസ്കസ് ഓർഗൻസയാണ് ഇച്ചിരി കൂടെ, പക്ഷെ പ്യുവർ ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന വിസ്കസ് ഓർഗൻസയാണ്. ക്രീം കളർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ബേജ് ആണോ എന്ന് ചോദിച്ചാൽ വൺ സൈഡിലെ ആൻസർ ആ ഒരു ബേജ് ടോണും വൺ സൈഡിൽ നമുക്ക് ഇതേപോലെ ഒരു ഇതിപ്പോ എനിക്ക് തോന്നുന്നൊരു പിങ്ക് ആണല്ലേ, ഒരു മജന്ത പിങ്ക് അല്ല, പിങ്ക് മജന്ത ടോൺ ആണ് തോന്നുന്നു. ഡബിൾ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. പിങ്ക് ഷെയ്ഡിന്റെ അകത്ത് അപ്പൊ അതിനൊരു മെറ്റാലിക് ഷീൻ വരും. അത് നല്ല ഭംഗിയായിട്ടാണ് വന്നേക്കുന്നത്. എംബ്രോയിഡറിയുടെ കളറും സിംഗിൾ കളറിലാണ് കേട്ടോ. രണ്ട് സൈഡിലും ഒരേപോലത്തെ തന്നെ ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു സാറ്റിൻ ഫിനിഷിങ്ങിലുള്ള എംബ്രോയിഡറി ഏതാണ്ട് തന്നെ ഒരു അതിനൊരു ഷൈൻ ഉണ്ട്. ആ ഒരു സാറ്റിൻ നമുക്കറിയാം സ്റ്റിച്ചസ് ഡിഫറെന്റ് ഡയറക്ഷൻ ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് കളേഴ്സും നമുക്ക് വേരിയേഷൻ ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ. ഇത് നമുക്ക് പ്രീ ഓർഡർ കാറ്റഗറിയിൽ അവൈലബിൾ ആക്കാൻ പറ്റുന്ന സാരിയാണ്. 2799 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. കളർ പാലറ്റും ഭയങ്കര രസമുള്ള കളർ പാലറ്റ് ആണ്. കോഡ് വരുന്നത് BLD 141 ആണ്. അപ്പൊ രണ്ട് കോഡിലാണ് അവൈലബിൾ. നല്ലൊരു പീസ് സിൽവറി ഗ്രീൻ എന്ന് വേണമെങ്കിലും പറയാല്ലേ. പിന്നെ ഗോൾഡൻ പെയിൽ യെല്ലോ, പർപ്പിൾ ഗ്രേ ആൻഡ് പീച്ചി ടോൺ ആണ് അടുത്തത്. ഇതൊരു പിങ്ക് ടോൺ ആണെങ്കിൽ ഇതൊരു പീച്ച് ടോൺ ആണ്. BLD 141 ആണ്. അപ്പം ഇത്രയും കളക്ഷൻസ് എല്ലാം തന്നെ വരും ദിവസങ്ങളിൽ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ആകുന്നതായിരിക്കും. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് ഇതെല്ലാം അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പം മിസ് ഔട്ട് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും. ആൻഡ് കമൻറ്റ്സ്, നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും നമ്മളെ കമൻറ്റ്സ് വഴി അറിയിക്കാം, വാട്സാപ്പ് വഴി അറിയിക്കാം. ആൻഡ് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും നമ്മളത് മാക്സിമം ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് സാരീസ് വേണമെന്നുണ്ടെങ്കിലും നമ്മളത് മാക്സിമം ഞാനത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പോസിറ്റീവ് റിവ്യൂസ് എല്ലാം തന്നെ, അതായത് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, അപ്പോൾ അത് നിങ്ങൾ എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിൽ ധിക്കാരമായിട്ട് പറയും ഞാൻ, നിങ്ങൾ ഉദ്ദേശിച്ച് നമ്മുടെ ആ ഒരു ലാംഗ്വേജ് എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് ഏത് ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഐറ്റംസ് ആണോ വേണ്ടതെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിനകത്തോ അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ടിലോ നിങ്ങൾ ഇൻഫോം ചെയ്യുക. ഒറ്റയടിക്ക് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് എപ്പോഴും നമ്മൾ ഡിഫറെൻറ്റ് എന്ത് കൊണ്ടുവരാൻ പറ്റും എന്നാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ആലോചിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും.
അപ്പം സ്റ്റോഴ്സിൽ വിസിറ്റ് ചെയ്യുക, നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അത് പറയുക, നിങ്ങൾക്ക് സ്റ്റോറിൽ എന്താണ് മിസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യുക, ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫുൾഫിൽ ചെയ്യാൻ മാക്സിമം ഹാർഡ് വർക്ക് നമുക്ക് നല്ലൊരു ടീമിൻ്റെ പുറകിലുള്ള ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും അടുത്തൊരു കളക്ഷൻ വരുമ്പോൾ അതുമായിട്ട് ഇങ്ങനെ എത്താം. അതിലേക്ക്